കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഒരു ചെറിയ അടുക്കളത്തോട്ടം ഉണ്ടെങ്കിൽ അതിൽ പ്രധാനമായും വളർത്തുന്ന ഒരു പച്ചക്കറി ചെടിയാണ് മുളക് ചെടി. ഒരു 3-4 ഗ്രോ ബാഗിൽ പച്ചമുളക് തൈകളുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചമുളക് നമുക്ക് നമ്മുടെ അടുക്കള മുറ്റത്ത് നിന്ന് തന്നെ പറിച്ചെടുക്കാവുന്നതാണ്. നാം കടയിൽ നിന്നും വാങ്ങിക്കുന്ന പച്ചമുളകിൽ അനുവദനീയമായതിലും അധികം കീടനാശിനി തളിച്ചാണ് വരുന്നത്. അമിതമായ കീടനാശിനി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ പല വിദേശ രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്നുള്ള പച്ചമുളക് പോലും നിരോധിച്ച വാർത്ത നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ജൈവ രീതിയിൽ വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന ഒന്നാണ് പച്ചമുളക്. വിത്ത് പാകി മുളപ്പിച്ചാണ് പച്ചമുളക് കൃഷി ചെയ്യാറ്. ഇനി വിത്ത് കിട്ടാത്തതാണ് നമ്മുടെ പ്രശ്നമെങ്കിൽ അതിനൊരു വഴിയുണ്ട്. നമ്മൾ വീട്ടാവശ്യത്തിനായി വാങ്ങുന്ന ഉണക്കമുളകിൽ നിന്നും നല്ലൊരു മുളക് നോക്കിയെടുത്ത് പാകിയാൽ മതി. പാകുന്നതിന് മുമ്പായിട്ട് അരമണിക്കൂർ നേരം സ്യൂഡോമോണസ് ലായനിയിൽ വിത്തുകൾ ഇട്ടുവച്ച ശേഷം പാകിയാൽ വിത്തുകൾ വേഗത്തിൽ മുളച്ചു വരികയും അതോടൊപ്പം രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവും ഉണ്ടാവുകയും ചെയ്യും. വിത്തുകൾ പാകിയതിനു ശേഷം മിതമായി നനച്ചു കൊടുക്കണം. മുളച്ച് 2-3 ആഴ്ച കഴിയുമ്പോൾ തൈകൾ പറിച്ച് നടാവുന്നതാണ്. നടാനായിട്ട് ഉപയോഗിക്കുന്ന മണ്ണ് കുമ്മായമിട്ട് പുളിപ്പ് മാറ്റിയ മണ്ണായിരിക്കണമെന്നത് വളരെ നിർബന്ധമാണ്. മണ്ണിലെ പുളിപ്പ് മാറ്റിയില്ലെങ്കിൽ ചെടികളെല്ലാം മഞ്ഞളിപ്പ് രോഗം വന്ന് നശിച്ചു പോവുകയുള്ളൂ. ട്രീറ്റ് ചെയ്തെടുത്ത മണ്ണിൽ ഉണങ്ങിയ ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കരിയില കമ്പോസ്റ്റ് എന്നിവ ചേർത്ത് ഗ്രോ ബാഗ് നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് മണ്ണ് ലഭിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചകിരിച്ചോറ് വാങ്ങി ഉപയോഗിച്ചാലും മതി. പച്ചമുളക് ചെടി വളർന്ന് പൂവിടാറാവുമ്പോഴായിരിക്കും മുളക് കൃഷിയിലെ പ്രധാന ശത്രുവായ മുരടിപ്പ് രോഗം വന്നുവിടുന്നത്. അതുകൂടാതെ വെള്ളീച്ചയുടെ ശല്യവും. ഈ 2 രോഗങ്ങളും ജൈവ രീതിയിൽ സിമ്പിളായിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. ഈ ഒരു ജൈവ കീടനാശിനി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടിലുള്ള 2 വസ്തുക്കൾ മാത്രം മതി. ഇതൊരു ജൈവ കീടനാശിനി ആയതുകൊണ്ട് രോഗത്തിൻ്റെ ലക്ഷണം കാണുമ്പോൾ തന്നെ ആഴ്ചതോറും പ്രയോഗിക്കണം. എന്നാലേ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ കഴിയൂ. നമുക്കിവിടെ 2 വിധത്തിലുള്ള കീടനാശിനി തയ്യാറാക്കുന്നത് പറയാം. 2നും വലിയ പൈസ ചിലവോ ബുദ്ധിമുട്ടോ ഒന്നുമില്ലാത്ത കാര്യങ്ങളാണ്. അതിലെ ആദ്യത്തെ രീതി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് 1 ലിറ്റർ പുളിച്ച കഞ്ഞിവെള്ളവും അതുപോലെ നാം ഉപയോഗിച്ചതിന് ശേഷം കളയുന്ന തേയില ചണ്ടിയും അതോടൊപ്പം തന്നെ മുട്ടത്തോടും. ഇത് 3ഉമാണ് വേണ്ടത്. ഈ 3 ഐറ്റംസ് നമ്മുടെ വീട്ടിൽ ഉണ്ടാവാതിരിക്കില്ല. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം ഒന്ന് നോക്കാം. ആദ്യം തന്നെ മുട്ടത്തോട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. എന്നിട്ട് മുട്ടത്തോട് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് അത് മാറ്റി വെക്കണം. അതിനുശേഷം 1 ലിറ്റർ പൊടിച്ച കഞ്ഞിവെള്ളം എടുക്കണം. നമ്മൾ ഈ മഗ് 1 ലിറ്റർ അളവിൻ്റേതാണ്. അതിൽ നിറച്ചെടുത്ത ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി പൊടിച്ചെടുത്ത മുട്ടത്തോടിൽ നിന്നും 2 സ്പൂൺ എടുത്ത് കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ചേർക്കാനുള്ളത് ചായല ചണ്ടിയാണ്. ഇത് വീട്ടിൽ ചായ ഉണ്ടാക്കിയതിന് ശേഷം മിച്ചം വരുന്ന തേയില ചണ്ടി കുറേശ്ശെ എടുത്ത് മധുരം കളഞ്ഞ് ഉണക്കി വെച്ചതാണ്. ഇതിൽ നിന്നും ഒരു 4 സ്പൂൺ അളവിൽ ചായല ചണ്ടി കഞ്ഞിവെള്ളത്തിലേക്ക് ചേർത്ത് വീണ്ടും നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ലിറ്റർ വെള്ളം കൂടി ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം എല്ലാം കൂടി നല്ല പോലെ മിക്സാക്കി പച്ചമുളക് ചെടിയുടെ ചുവട്ടിലെ മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ആഴ്ചയിൽ ഒരിക്കൽ വീതം ഒഴിച്ചു കൊടുത്താൽ രോഗത്തിൻ്റെ തുടക്കത്തിലൊക്കെ ആണെങ്കിൽ പൂർണ്ണമായും മാറിക്കിട്ടും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചായലച്ചണ്ടിയിലെ മധുരം പാടില്ല എന്നതും അതുപോലെ കഞ്ഞിവെള്ളം നേർപ്പിക്കാനും നമ്മൾ മറക്കരുത്. ഇതാണ് ആദ്യത്തെ മെത്തേഡ്. ഇനി രണ്ടാമത്തെ രീതി നോക്കിക്കോളൂ. ഇത് ആദ്യത്തേലും കുറച്ചുകൂടെ എളുപ്പമാണ്. അത് തയ്യാറാക്കാനായി ആദ്യം വേണ്ടത് 1 ലിറ്റർ വെള്ളമാണ്. ഇനി അതിലേക്ക് 2 സ്പൂൺ ചാരമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചാരം നമ്മൾ വിറക് കത്തിക്കുമ്പോൾ കിട്ടുന്ന ചാരം മതി. ചാരം ചേർത്തതിന് ശേഷം നല്ല പോലെ വെള്ളത്തിൽ ലയിക്കുന്ന വിധത്തിൽ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് വീണ്ടും ഇളക്കി മിക്സാക്കി കൊടുത്തോളൂ. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. പഴയ ചായ അരിപ്പ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. അരിക്കാതെ സ്പ്രെയറിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ സ്പ്രെയർ കേടുവന്നു പോകും. അരിച്ചതിന് ശേഷം സ്പ്രെയറിലേക്ക് ഒഴിച്ച് ചെടിയുടെ ഇലകളിലും തണ്ടിലുമൊക്കെ നല്ല പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആഴ്ചതോറും ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ വെള്ളീച്ചയുടെ ശല്യവും കുരുടിപ്പ് രോഗവും മാറി മുളകിലെ കുലയായി മുളകുണ്ടാവും. ഇതിൽ ആദ്യം പറഞ്ഞ രീതി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാനും രണ്ടാമത് പറഞ്ഞ രീതി ചെടികൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനുമുള്ളതാണ്. 2 രീതിയും മാറി മാറി അപ്ലൈ ചെയ്ത് നോക്കൂ.
കുരുടിപ്പും വെള്ളീച്ചയും ചെടിവാട്ടവും ഒക്കെ മാറി മുളക് സൂപ്പറായി ഉണ്ടാകുന്നത് കാണാം. അപ്പോൾ ഇത്തരം രോഗങ്ങൾ വന്ന് കൃഷി തന്നെ മടുത്തു പോയവരാണെങ്കിൽ സിമ്പിളായ ഈ ഒരു മെത്തേഡുകൾ കൂടി ഒന്ന് പ്രയോഗിച്ച് നോക്കൂ. നശിച്ചു പോകാറായ ചെടികൾക്കെല്ലാം ഒരു പുതുജീവൻ വരുമെന്ന് ഉറപ്പാണ്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമെന്ന് കരുതട്ടെ. കൃഷിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് സഹകരിക്കുമല്ലോ. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.